കണ്ണൂരിലേക്ക് പോകണം. ആർക്കാണ് ക്രിസ്മസ് നവവത്സര ബമ്പർ അടിച്ചിരിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, ഇപ്പോൾ ലോട്ടറി വിറ്റ അജിനൊപ്പമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഭാഗ്യശാലി ആരാണെന്ന് അജിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഭാഗ്യശാലി ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്ന ടിക്കറ്റ് വിറ്റ അല്ലെങ്കിൽ ആ ഏജൻസി ഉടമയായിട്ടുള്ള അനീഷിനോടൊപ്പമാണ്. ഹാപ്പി അർജുൻ കല്യാണിന് അർജുൻ കല്യാണല്ലേ പേര് എനിക്കറിയാം. നമ്മള് ശബരിമലക്ക് പോയ സമയത്ത് അല്ല, എന്തായാലും ഇപ്പോൾ ഭയങ്കര സന്തോഷം, നല്ല സന്തോഷം. ഒരു തരത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പ്രതീക്ഷിക്കാനൊന്നുമില്ല, പ്രതീക്ഷ എപ്പോഴും ഉണ്ട്. ബമ്പർ നമ്മൾ കൂടുതൽ വിൽക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്കൊരു ആഗ്രഹമുണ്ട്, നമ്മളെ ഒന്നാം സമ്മാനം നേടിക്കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇരിട്ടിന്നാണോ? ഇരിട്ടി എൻ്റെ ബ്രാഞ്ച്, എൻ്റെ ഷോപ്പ് തന്നെ ഇരിട്ടി ബ്രാഞ്ചിൽ നിന്നാണ് പോയിട്ടുള്ളത്. എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നുണ്ട്. ആരാന്നുള്ളത് ഇതുവരെയും കൃത്യമായിട്ടുള്ള വിവരം നമ്മൾ ഇപ്പോൾ ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരം അറിഞ്ഞില്ല. ബമ്പർ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒന്നാം സമ്മാനം, ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം ആദ്യമായിട്ടാണ്. രണ്ടാം സമ്മാനം 1,50,00,000 നിരവധി തവണ അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഒന്നാം സമ്മാനം നേടിക്കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും രണ്ടാം സമ്മാനം നിരവധി തവണ, പിന്നെ ഡെയിലി ടിക്കറ്റിൽ 40 രൂപ ഒന്നാം സമ്മാനവും നിരവധി തവണ നേടിക്കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ഡബിൾ ഹാപ്പി. അടിപൊളി. വിനീത, ഇവിടെ ലഡു എല്ലാം സജ്ജമായി, എല്ലാവരും ഇങ്ങനെ ലഡു, അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും സന്തോഷം. ഇവിടുത്തെ ജീവിക്കണം. ഈശ്വരഭാഗ്യം കടാക്ഷവർക്ക് നന്നായി വരട്ടെ എല്ലാവർക്കും അല്ലേ? ലഡു കൊടുക്കുന്നതൊക്കെ തിരക്കിലാണ്. എന്തായാലും ഇരിട്ടിയിലാണ് ഒന്നാം സമ്മാനം അടിച്ച് ടിക്കറ്റ് വിറ്റതെന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുടെ ഭാരമുണ്ട് കേട്ടോ. കാരണം ബന്ധുക്കളും നാട്ടുകാരുമായ ആളുകളാണ് ഇരിട്ടിയിൽ നിറയെ. അവർക്ക് ആർക്കെങ്കിലും ആണ് ഒന്നാം സമ്മാനം അടിച്ചത് എന്നൊരു ആകാംക്ഷ എനിക്കിപ്പോഴുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും സന്തോഷം അതിര് കവിയുന്നുണ്ടെങ്കിൽ കൂടി എനിക്കും എൻ്റെ ക്യാമറാമാൻ ലിമേഷ് ചെറുപൈശിക്കും വളരെ നിരാശയാണ്. നമ്മൾ രണ്ടുപേരും എടുത്ത ടിക്കറ്റ് നിലം തൊട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ നാട്ടിൽ കണ്ണൂരിലേക്ക് ഒന്നാം സമ്മാനം എത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. നാട്ടുകാരെല്ലാവരും ലഡു കഴിച്ചും അതുപോലെ തന്നെ ഇവിടെ ഈ ലോട്ടറി ഏജൻസിയുടെ ഉടമയായിട്ട് അനീഷിന് കൈ കൊടുക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കാനൊക്കെ ഈ ലോട്ടറി ഏജൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ സന്തോഷമാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. വിനീത, അർജുന്റെ പരിചയക്കാരനാണെന്ന് തോന്നുന്നു. ഒരു ടിക്കറ്റ് അവിടെ നിന്ന് എടുത്തുകൂടായിരുന്നോ? നമ്മൾ കണ്ണൂർ ടൗണിലായതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്തായാലും കൂടി അനീഷ് ചേട്ടൻ്റെ കടയിൽ അടിച്ചു എന്നത് നമുക്ക് സന്തോഷമാണ്. നമുക്ക് പരിചയമുള്ള ഒരാളാണ് അനീഷ് ചേട്ടൻ. അനീഷ് ചേട്ടന് ലോട്ടറി ടിക്കറ്റ് അനീഷ് ചേട്ടൻ്റെ ഏജൻസിയിൽ നിന്ന് വിറ്റ ടിക്കറ്റിന് കിട്ടിയെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് നിങ്ങളുടെ നാട്ടിലേക്ക് ടിക്കറ്റ് ഒന്നാം സമ്മാനം വന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. അതെ, ഭയങ്കര സന്തോഷമാണ്. പ്രതീക്ഷിക്കാണ്ട് നല്ല സന്തോഷം ഉണ്ടായത്. ടിക്കറ്റ് എടുക്കുന്ന ആളാണോ? അത്യാവശ്യം എടുക്കും. ബമ്പർ എടുത്തിട്ടില്ല. അതിലൊരു നിരാശ. അതെ, നിരാശ തോന്നി. ഇന്ന് എടുത്തിട്ടില്ല. ഇപ്പൊ ഒരു സങ്കടം ഇല്ല, കുഴപ്പമില്ല. അത് സാധാരണ എടുക്കില്ല. ശരി, ഏതായാലും അർജുൻ കണ്ണൂരിലാണ് ഒന്നാം സമ്മാനം അടിച്ചത്. അവിടെ ലഡു ഒക്കെ വിതരണം ചെയ്ത് അനീഷ് എന്ന ഏജന്റിന്റെ കടയിൽ സന്തോഷം പങ്കുവെക്കുകയാണ്. നമുക്ക് ഏതായാലും ഇരിട്ടിയിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം എന്ന് പറയുന്നു. അതാരാണ് എന്നുകൂടി അറിയണം.